എടപ്പാളിൽ CITU തൊഴിലാളികളെ ഭയന്നോടി തൊഴിലാളിക്ക് പരിക്കേറ്റ സംഭവത്തിൽ CITUവിനെ ന്യായീകരിച്ച് ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് MB ഫൈസൽ. തൊഴിലാളികൾ ലോഡിറക്കിയ വിവരം അന്വേഷിക്കാൻ പോയതാണ്. ഭയന്നോടി അപകടത്തിൽപ്പെട്ട യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചതും ഇവർ തന്നെയാണ്. തൊഴിലാളികൾ എത്തിയത് അർഹതപ്പെട്ട തൊഴിൽ നഷ്ടമായോ എന്ന് അന്വേഷിക്കാനാണെന്നും വാക്കേറ്റമോ സംഘർഷമോ അടിപിടിയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും MB ഫൈസൽ പറഞ്ഞു. അപ്പൊ രാത്രിയിൽ ഈ പ്രദേശത്ത് ഈ വർക്ക് സൈറ്റിൽ ലോഡ് വരികയാണ്. വന്ന വിവരം അറിയുമ്പോൾ തൊഴിലാളികൾ സ്വാഭാവികമായിട്ടും അവർക്ക് അർഹതപ്പെട്ട തൊഴിലാണ്. ആ തൊഴിൽ നഷ്ടപ്പെടാൻ ഒരു തൊഴിലാളിയും ആഗ്രഹിക്കില്ല, യൂണിയനും ആഗ്രഹിക്കുന്നില്ല. നമ്മളുടെ തൊഴിൽ സംരക്ഷിക്കണം എന്ന നിലപാട് തന്നെയാണ് നമുക്കുള്ളത്. തൊഴിലെടുക്കുന്നതിന് നിശ്ചയിക്കപ്പെട്ട കൂലിയും വാങ്ങണം. തൊഴിലെടുക്കുന്നതിന് എടുക്കാത്ത തൊഴിൽ കൂലി വാങ്ങിക്കാനും പാടില്ല. അങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും സൈറ്റിൽ ഇതുപോലെ നമ്മൾ അറിയാതെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇറക്കി മേലാൽ അത്തരം ഇറക്കുകൾ ഇനി മേലിൽ ഉണ്ടാവരുത്. ഇങ്ങനെ ഇത് വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയണം. ഞങ്ങൾക്ക് നിയമപരമായി ഞങ്ങളാണ് ഇറക്കാൻ ചുമതലപ്പെട്ട ആളുകൾ. നിങ്ങൾ ഇറക്കുന്നത് നിയമവിരുദ്ധമാണ്. ഒരു നിയമത്തിന്റെ പുറത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പൊ പഴയതുപോലെ തീർത്തും അസംഘടിതരല്ലല്ലോ ചുമട്ടുതൊഴിലാളികൾ. വളരെ നിയമപരമായി ചട്ടപ്രകാരം പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവർക്ക് നിയമപരിരക്ഷയുണ്ട്. നിശ്ചയിക്കപ്പെട്ട ജില്ലാ ലേബർ ഓഫീസർ ഉൾപ്പെടെ കളക്ടർ ഉൾപ്പെടെ നിശ്ചയിച്ച വേതനം വാങ്ങുന്നവരുമാണ്. അപ്പൊ ആ നിലയിലുള്ള അപ്പൊ അവിടുത്തെ തൊഴില് നഷ്ടപ്പെടുന്ന ഘട്ടം വന്നപ്പോൾ ഇവര് സംസാരിക്കാൻ വേണ്ടി വരികയാണ്. വരുന്ന സമയത്ത് അവിടെ ഇത് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അത് സംസാരിക്കാൻ പറ്റും. ആര് നിങ്ങളെന്താ ഇറക്കാൻ കാരണം എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യം മാത്രമാണ് ഉണ്ടാവുന്നത്. അപ്പോഴേക്ക് ബിൽഡിംഗ് ഓണറും കരാറുകാരനും വിളിച്ചു, നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. നമ്മളിപ്പോ മുമ്പ് ഇറക്കിയവരാണ്, ശേഷം ഇറക്കുന്നു. ഇന്ന് രാവിലെയും അതിനുശേഷം ഇറക്കിയിട്ടുണ്ട്. ശരി, CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ചട്ടപ്രകാരമാണ് എല്ലാം നടന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഈ വീണ ആളെ കൊണ്ടുപോയതും തൊഴിലാളികൾ ആണ് എന്ന് പറയുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? അശ്വതി, ഈ ഒരു വിഷയത്തിൽ ഫയാസ് എന്ന ഒരു യുവാവിനാണ് ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇയാള് CITക്കാരെ ഭയന്ന് കെട്ടിടത്തിന് മുകളിൽ താഴേക്ക് ചാടിയപ്പോൾ കാലിന്റെ എല്ലുകൾ പൊട്ടിയ നിലയിലാണ് ഇപ്പോൾ തൃശ്ശൂരിൽ ചികിത്സയിലുള്ളത്. CITU നേതാക്കൾ ഇത്തരത്തിൽ അവരെ ന്യായീകരിക്കുമ്പോൾ പക്ഷേ പോലീസ് പറയുന്നത്, അല്ലെങ്കിൽ പോലീസിന്റെ FIR പ്രകാരം CITU തൊഴിലാളികൾ ഇയാളെ മർദ്ദിച്ചിട്ടുണ്ട്. കൈകൊണ്ടും ഫൈബർ ട്യൂബ് ലൈറ്റ് കൊണ്ടും മർദ്ദിച്ചു, പരിക്കേൽപ്പിച്ചു എന്നാണ് പരാതി. ഈ മൊഴി, അതായത് പരിക്കേറ്റ ആളുടെ മൊഴി, അതുപ്രകാരം പോലീസ് കേസും എടുത്തിട്ടുണ്ട്. മനഃപൂർവ്വമായി പരിക്കേൽപ്പിക്കുക, സംഘം ചേർന്ന് ആക്രമിക്കുക, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക, അസഭ്യം പറയുക എന്നീ വകുപ്പുകൾ അനുസരിച്ച് കേസ് എടുത്തിട്ടുണ്ട്. ആരെയും പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവത്തിൽ CITU പറയുന്നതല്ല അവിടെ സംഭവിച്ചത് എന്ന് പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് ചാർജ് ചെയ്തത് ഇപ്രകാരമാണ്. അതിന്റെ FIR ഉള്ള വിശദാംശങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. എന്നാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം ഒരു വഴിക്ക് നടക്കുമ്പോൾ CITU നേതാക്കൾ ഇതിനെ ന്യായീകരിക്കുന്നു. അതായത് അവിടെ അക്രമമോ മർദ്ദനമോ അത്തരത്തിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ലോഡ് ഇറക്കിയത് എന്തിന് എന്ന് ചോദ്യം ചെയ്യാൻ മാത്രമാണ് അവർ പോയിട്ടുള്ളത്. അവർ ഭയന്നോടുകയായിരുന്നു. ഭയന്നോടി പരിക്കേറ്റയാളെ CITUകാർ തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചതും. അപ്പോൾ അത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവമല്ല എന്നൊരു വിശദീകരണമാണ് CITUവിന്റെ ഭാഗത്തുള്ളത്. പക്ഷേ പോലീസ് ചുമത്തിയ FIR പ്രകാരം ഈ CITUവിന്റെ വാദങ്ങൾ ശരിയല്ല എന്ന് വ്യക്തമാകുന്നതാണ് ഈ പോലീസിന്റെ FIR. ശരി അനുമോദ്. ശരി.